നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും പെൺമനസ്സിലേക്ക് സ്വാഗതം. പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകയും ദേശീയ പുരസ്കാര ജേതാവുമായ ദയാഭായിയാണ് ഇന്ന് നമുക്കൊപ്പം പെൺമനസ്സിൽ എത്തുന്നത്. ഇത് ദയാഭായിയുടെ സ്വന്തം നാട്. ഒരു ദേശാടന പക്ഷിയെ പോലെ ഇവിടം വിട്ടൊഴിഞ്ഞു പോയിട്ട് കാലങ്ങൾ ഏറെ പിന്നിടുന്നു. ഓർക്കാറുണ്ടോ ആ പഴയ മേഴ്സി മാത്യുവിനെ? കാര്യമായിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചറിൽ കൂടെ ഓർക്കുമായിരിക്കും. മനസ്സിലേക്ക് വരുമ്പം പയ്യലോ വിളക്കുമാടത്തൊക്കെ വരുമ്പോൾ ഈ സ്കൂളിൽ കൂടെ നടന്ന ഈ വഴിയിൽ കൂടെ നടന്ന കാര്യവും ഞാൻ പലപ്പോഴും തേടാറുണ്ട്. ഞങ്ങൾക്ക് നടന്നു വേണമായിരുന്നു സ്കൂളിലോട്ട് വരാനേ. അപ്പോൾ ഇങ്ങനെ കുന്ന് കയറി ഒരു കാട്ട് പോലെയുള്ള സ്ഥലത്തൂടെ ഷോർട്ട് കട്ട് നോക്കി വരുന്ന ആ സ്ഥലം ഇന്ന് കാണുന്നുണ്ട്. ആ ഏരിയ കൂടെ വരുമ്പോഴൊക്കെ തേടും. അങ്ങനെയൊക്കെ ഓർക്കുന്നേ ഉള്ളൂ. മേഴ്സി മാത്യുവിൽ നിന്ന് ദയാഭായിലേക്കുള്ള വളർച്ച അതെങ്ങനെയായിരുന്നു? അത് കൊച്ചുനാളി മുതലേ ഇങ്ങനത്തെ ഒരു കാറ്റൻ്റെ ഉള്ളിൽ കയറി. അത് പപ്പ ജയിലിലൊക്കെ ആയിരുന്നുകൊണ്ട് പപ്പ ഒത്തിരി കഥ പറയുമായിരുന്നു ഗാന്ധിയെ പറ്റിയും. പപ്പ ഗാന്ധിയനായിരുന്നു, ഖദറൊക്കെ ഉപയോഗിക്കും. ഒരു കാലത്ത് ഗാന്ധി തൊപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുനാളിലെ മുതലേ തുടക്കം അതാ. പക്ഷേ അത് സ്വാതന്ത്ര്യ സമരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് പോയി. പിന്നെ പപ്പ ഇച്ചിരി സ്ട്രോങ് പ്രിൻസിപ്പിൾ, പലതും ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആ ലൈനിലായിരുന്നു. വീട്ടിലെ സിമ്പിൾ ലൈഫ് ഇങ്ങനെയൊക്കെ. ഞാൻ ഒത്തിരി വായിക്കുമായിരുന്നു. വായനയിൽ കൂടെയാണ് ഒരു ക്ലിയർ പാത്ത് കണ്ടത്. പക്ഷേ എന്നാലും സേവനം, സാഹസിക കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ മനസ്സിൽ റാണി ലക്ഷ്മിബായിയൊക്കെ വായിക്കും. പിന്നെ മിഷണറിമാരുടെ ലൈഫൊക്കെ വായിക്കുമ്പോൾ പക്ഷേ സ്വാതന്ത്ര്യവും കഴിഞ്ഞു. പിന്നെ വഴിയില്ല, ഇത് സാധിക്കാനൊരു വഴി. അപ്പോൾ കന്യാസ്ത്രീ നോക്കിയപ്പോൾ ലോക്കൽ കോൺഗ്രിഗേഷനിൽ അതിനുള്ള ഒരു ഇതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. മനസ്സെപ്പോഴും ഇങ്ങനത്തെ സ്വപ്നം കണ്ടാണ് ജീവിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ കൊച്ചു കാര്യങ്ങൾ വേർവിട്ട് ചിന്തിച്ച് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതുപോലെ 10ാം ക്ലാസ്സിൽ 9 പഠിക്കുമ്പോഴാണ് ആ ഇടയ്ക്ക് ഫാഷൻ ഇറങ്ങി. ബ്ലൗസ് കഴുത്തിങ്ങനെ, കൈ ഇത്രയേ ഉള്ളൂ. ഞങ്ങളൊക്കെ പാവാടയും ബ്ലൗസും ചുരുക്കം ചിലർ ഡൗണി ഇടുന്നവരാ. കഴുത്തൊത്തിരി ഇറങ്ങി, കൈ കയറി, ബ്ലൗസ് ഇങ്ങനെ. അടിയിൽ ഷിമ്മീസ് ഇടുന്നുണ്ടെങ്കിലും അതിങ്ങനെ പൊങ്ങിക്കിടക്കും. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പം ഞാൻ നേരെ എതിരെ ഞങ്ങളുടെയൊക്കെ തുണി തയ്ക്കുന്ന ഒരു ചാക്കോച്ചേട്ട എനിക്ക് ഇങ്ങനത്തെ ബ്ലൗസ് വേണമെന്നും പറഞ്ഞ് ഞാൻ വരച്ച് കാണിച്ചു. നല്ല ഹൈനെക്ക്, ഇവിടെ ഫ്രില്ലൊക്കെ വെച്ച് നല്ലപോലെ കെട്ടുമൊക്കെ കിട്ടി. അത് പണ്ടെങ്ങാണ്ട് എനിക്ക് തോന്നി ഇന്ദിരാഗാന്ധിയുടെയോ സരോജിനി നായിഡുയോ ആരാണ്ടുടെയോ ഫോട്ടോയിൽ കണ്ടിട്ടുള്ള ഏതാണ്ട് അതുപോലെ. പക്ഷേ ഐ മെയ്ഡ് മൈ ഓൺ വേ. എന്നിട്ട് ഇറക്കവും കയ്യും ഒക്കെ ഉള്ളു. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ കൊച്ചി ഇപ്പം ആരും ഇങ്ങനത്തെ ഇടുകയല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് വേണം. പക്ഷേ ഇട്ടിട്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എല്ലാവരും ഒരു തരം നോട്ടമാണ്, ഒരു സ്ട്രെയിൻസിന്. പക്ഷേ സ്കൂളിൽ ചെന്ന് ആദ്യത്തെ പീരീഡിൽ ഒരു മലയാളം പഠിപ്പിക്കുന്ന സാറ്, മമ്മയും പഠിപ്പിച്ചിട്ടുള്ള ആ സാറ് അറ്റൻഡൻസൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് പറയും, കുട്ടി ഇങ്ങനെ വന്നേ. മുന്നിലത്തെ റോയില്ല, കൊച്ചുകുട്ടിയൊക്കെ ആയതുകൊണ്ട് വന്നു. അങ്ങോട്ട് പിന്നെ അപ്പം കാല് കൂട്ടി വിറയ്ക്കുന്നുണ്ട്. എന്നാ സംഭവം എന്നറിയത്തില്ല. അങ്ങോട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കവിത പാടിയിട്ട് സ്ത്രീകൾക്ക് വിനയം നല്ലതാണെന്നുള്ള ഒരു രീതിയിൽ ഒരു കവിതയൊക്കെ പാടി അഭിനന്ദിച്ചു. സന്തോഷമായി. അങ്ങനെ ആയിരുന്നു. ഐ നെവർ തിങ്ക് വാട്ട് അതേഴ്സ് വിൽ തിങ്ക്. താൻ നിലകൊള്ളുന്ന ഒരു സമൂഹത്തിനൊപ്പം താതാത്മ്യം പ്രാപിക്കാൻ വേണ്ടിയാണോ ഇത്തരമൊരു രൂപമാറ്റത്തിലേക്ക് ദയാഭായി മാറിയത്? അത് അവർ പറയും. ഞാൻ അവരോട് താതാത്മ്യം പ്രാപിക്കാനല്ല. എൻ്റെ ബിഗിനിങ് തന്നെ ഞങ്ങൾ കാട്ടിലെ കുരങ്ങന്മാരാണെന്ന് അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ രാജവംശമാണെന്ന് പറയുന്നവരങ്ങനെ പറയുമ്പം ഞാൻ വിചാരിക്കുന്ന അവർ ഒത്തിരി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ കൂടെ കടന്നുപോയി. അപ്പോൾ അവരെ റേസ് ചെയ്യണം. അവരെ റേസ് ചെയ്യാൻ അവരെ അംഗീകരിക്കണം. ദിസ് ഇസ് ഗുഡ്, ദിസ് ഇസ് നത്തിങ് ബാഡ്. എനിക്ക് അവരോടുള്ള സ്നേഹം കാണിക്കുന്നതിന് അവരുടേത് ഞാൻ ഉൾക്കൊള്ളുക. അതെനിക്ക് കിട്ടുന്ന മെസ്സേജ് ഈ ഫസ്റ്റ് ക്രിസ്മസ് എന്നാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അപ്പം കർത്താവ് എന്തിനാ ഈ പണി പണിത് ഇങ്ങനെയൊരു മനുഷ്യനായി ജനിച്ച് അവർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? I think he loved, so he became one of them. ഒരു സ്ത്രീയെ ഭാഗികമായി സ്വാധീനിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. എന്നിട്ടും ആ സാഹചര്യങ്ങളെ ഒന്നും ഉൾക്കൊള്ളാതെ തികച്ചും ബാല്യത്തിലെ ആ ഒരു കാരണങ്ങൾ മാത്രമാണോ ദയാഭായി ഇത്തരം ഒരു വേറിട്ട ചിന്തയിലേക്ക് നയിച്ചത്? ആണോ എന്നറിയത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത്, എനിക്ക് ദൈവം ഒരു ക്വാളിറ്റി തന്നിട്ട് ഇൻറ്റ്യൂഷൻ. അതായത് അവരുടെ ഹൃദയം പോലും ഒരു
അപ്പം ഞാൻ ഇച്ചിരി കൂടിയ വേഷം ഇട്ട് അവരുടെ അടുത്ത് ഐ ഫീൽ ഡിസ്കംഫർട്ട്. അവർക്ക് എന്ത് തോന്നും? അവരെപ്പോഴും താഴെ നിന്നുകൊണ്ട് മുകളിലോട്ട് നോക്കുന്ന പോലെയല്ലേ കാണുന്നത്. അതെനിക്ക് ഡിസ്കംഫർട്ടാണ്. സോ ഇത് ഒരു നാച്ചുറലാണ് എൻ്റെ. എനിക്ക് തോന്നുന്നു അതുകൊണ്ടും കൂടെ ആയിരിക്കും. എനിക്ക് ദൈവം ഒത്തിരി ഇൻറ്റ്യൂഷനോ അങ്ങനത്തെ ക്വാളിറ്റി തന്നിട്ടുണ്ട്. അവർ പറയാത്ത വാക്ക് പോലും മനസ്സിലാക്കാൻ, അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടങ്ങനെ ഈ ഗ്യാപ്പ് എനിക്ക് സഹിക്കത്തില്ല. ഐ എം നോട്ട് ഹാപ്പി. വലിയ പൊങ്ങി അങ്ങനെ ഇരിക്കുക, അവർ വേറൊരു തരത്തിൽ. അപ്പം നാച്ചുറലി അത് പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. അപ്പോൾ എനിക്ക് ആദ്യമേ വരുന്നത്, കാരണം കാറ്റും മഴയും വെയിലും മഞ്ഞും കൂട്ടാക്കാതെ ഒരു ഇത് ആണ് മിഷനറി പറ്റി പഠിച്ചുകൊണ്ടും വായിച്ചുകൊണ്ടും പോയി. ഇവിടെ കാറ്റും മഴയും വെയിലും മഞ്ഞും കൂട്ടാക്കാതെ ഇവിടെ വളരെ കംഫർട്ടബിൾ, സെക്യൂർ, വെസ്റ്റേൺ ലൈഫ്, ഗുഡ് സ്ട്രെയിൻ പോലെ ഡിഷസ് വരുന്നു. അപ്പം അത് മാറ്റി. പക്ഷേ ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ വളരെ നല്ലതാണ്. പക്ഷേ സഭയ്ക്കുള്ളിൽ ജീവിക്കുന്നതിലും അനുയോജ്യം സഭയ്ക്ക് വെളിയിൽ ജീവിക്കുന്നതാണെന്ന് ഒരു കാലഘട്ടത്തിൽ ചിന്തിച്ചു. അതിൻ്റെ പിന്നിലെ ഒരു ജ്വാല അതെന്തായിരുന്നു? ഒരുപാട് പ്രതിസന്ധികൾ അഥവാ നേരിട്ടില്ലേ? അതെ, എങ്ങനെയാണെന്ന് എനിക്ക് പറയാനറിയത്തില്ല. പക്ഷേ ഞാനൊരു സംഭവം, ഇപ്പോൾ ഒരു പെണ്ണ് മാനല്ലോ ഷീസ് ഫ്രം വെരി ലോ റിച്ച് ബാക്ക്ഗ്രൗണ്ട്, ഷീ ഫോൾസ് ഇൻ ലവ് വിത്ത്. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ ഒരു പെണ്ണിന് ഞാൻ കൂട്ടുനിന്നതാണ്. അവൾ ഹിന്ദു, ഹൈ റിച്ച് ഇൻ്റലക്ച്വൽ, നല്ല പൊസിഷനുള്ള ആങ്ങളമാർ, ജോലിക്കാരും ഒക്കെ. സാധാരണ ഒരു ക്രിസ്ത്യൻ ബോയെ പ്രേമിച്ചു. വീട്ടുകാരവളെ കൂട്ടിയിട്ടു. പക്ഷേ ഒരവസരം കിട്ടിയപ്പം അവൾ അവിടുന്ന് ഓടി. പിന്നെ അവസാനം വന്ന് അച്ഛൻ്റെ അമ്മയുടെയും അടുത്ത് അവൾ വന്ന് പറയുന്നു, എനിക്കിതാണ് ജീവിതം, ഞാൻ അവൻ്റെ കൂടെ ജീവിക്കുള്ളൂ. അപ്പോൾ അവർ സർവ്വത് ഊരിയെടുത്തു, സ്വർണ്ണം മുഴുവൻ ഊരിയെടുത്ത് ഉടുത്തിരിക്കുന്ന ഒരൊറ്റ സാരിയും കൊണ്ട് അവളെ പറഞ്ഞു വിട്ടു, എനിക്ക് പോകാം, ഇനി ഞങ്ങളും നിങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല. ആ കുടുംബവും മുഴുവനും ബന്ധം ഇരിക്കാൻ അവൾക്കൊന്നും തോന്നിയില്ലേ? അതിൻ്റെ കാരണം ആ പാഷൻ. അതാണ് എനിക്ക് ആ പാഷൻ വാസ് സോ സ്ട്രോങ്. ഒരു അല്ലെങ്കിൽ പുഷ് എന്ന് പറയുന്നത്, അങ്ങോട്ട് പോകണം, അങ്ങനെ ജീവിക്കണം, അങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇപ്പം ഞാൻ ആദ്യം കൂലി വേല ചെയ്തപ്പം കൈയൊക്കെ വേദനിച്ചു, കൊമളച്ച പോലെ കൊമളച്ചു, അത് കഴിഞ്ഞ് പൊട്ടി. അപ്പോഴെപ്പോഴും ഞാൻ എന്നെ ചലഞ്ച് ചെയ്യുന്ന വൈക്കാണ്ടായിടും. ഇങ്ങനെ ചലഞ്ച് ചെയ്തങ്ങൊരിക്കുക. അതിന് കാരണം ഈ പാഷനുണ്ട്. ചുറ്റും ഒന്നുകൂടെ വഷളായിട്ടുള്ള സിറ്റുവേഷൻസ് കാണുമ്പോൾ അത് കൂടിയേ വരുള്ളൂ. ആ പാഷൻ, അതിനുള്ളൊരു ആധാരം എന്തായിരുന്നു? ഭക്തി അതിന് പിന്നിലൊരു കാരണമായിരുന്നു? ദൈവദൈവത്തെ ഒത്തിരി ഉണ്ട്. കാരണം എവ്രി മോമെൻറ്റ് ദൈവിക ശക്തി എന്ന് പറയുന്ന ഒരു ഹയർ പവർ നമ്മളെ ലീഡ് ചെയ്യുന്ന പോലെയോ ഇടയ്ക്ക് മുട്ടുന്നു, ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ ഒത്തിരി ഒരുപാട് കേസ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് പലതും എൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല, എൻ്റെ ലോയോ മിസ്റ്റബിളി മാത്രമല്ല. അവസരത്തിൽ എവിടെയെന്നും ഒരു പുഷോ ഒരു ഹെൽപ്പോ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരാൾ നല്ലൊരു ഓഫീസർ വന്നു. അതെല്ലാം ഞാൻ വിചാരിക്കുന്ന ദർ ഈസ് സംതിങ് ബിയോണ്ട്, നമുക്കപ്പുറത്തൊരു ശക്തി വരുന്നുണ്ട്. അപ്പോൾ അത് വിശ്വസിക്കാതെ എനിക്ക് പറ്റിയല്ല. എൻ്റെ ഫ്രണ്ട്സ് ഒത്തിരി സോഷ്യൽ വർക്കേഴ്സ് എത്തേസ്റ്റാന്ന് പറയും, ലെറ്റ് ദം ബി. എനിക്ക് ഇന്ന് ഞാൻ പഴയ പോലെ റിച്വലി കാത്തലിക് ആ ചട്ടക്കൂടൊന്നുമില്ല. പക്ഷേ ഐ ബിലീവ് സ്ട്രോങ്ലി ഇൻ ഹയർ പവർ. അതുപോലെ ക്രിസ്തുവും ദൈവമാണോ മനുഷ്യനാണോ എന്നുള്ള ആർഗ്യുമെൻറ്റും എനിക്കില്ല. പക്ഷേ ആ മനുഷ്യനായ ക്രിസ്തുവാണ് എന്നെ സ്വാധീനിച്ചു കൊണ്ടുവന്നു. അയാളുടെ ആ പോക്കും ഇടപെടലുകളും തീരെ താഴ്ന്നവരുമായിട്ടും ഇതെല്ലാം കൂടെ കൂട്ടിയാണ് കൊണ്ടുപോകുന്നു. ഒറ്റ ഒരു കാരണമല്ല. പിന്നെ റിഫ്രഷ് ചെയ്യാൻ കാരണം കൂടുതൽ പ്രോബ്ലംസ് വരുന്നു. അപ്പോൾ ഒന്നുകൂടെ സ്ട്രോങ് ആകുക എന്നേ പറ്റുള്ളൂ. അപ്പോഴൊന്നും ഒരിക്കൽ പോലും ദയാഭായിയുടെ മനസ്സ് പതറിയിട്ടില്ലേ? മനസ്സ് പതറിയിട്ടുണ്ട്. ആദ്യം വഴി കാണാതെ കടന്നപ്പോഴാണ് ഞാൻ പലപ്പോഴും വേർ ടു ഗോ, വാട്ട് ഈസ് എഹെഡ് എന്നുള്ള ഒരു കാണുന്നില്ല. ടെമ്പററി ആയിട്ട് അവിടെ ആ നാച്ചുറൽ കലാമിറ്റി, ഇവിടെ ഫ്ലഡ്, ഇവിടെ അത് പ്രവർത്തിക്കും, അത് കഴിഞ്ഞ് ഇനി എങ്ങോട്ട് അതറിയാം. അങ്ങനെയുള്ള സമയത്ത് നന്നാകണമെന്നുള്ള ഡിസയർ സ്ട്രോങ്, കോൺവെൻറ്റ് വിട്ടതിലുള്ള സങ്കടം അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ ഈ ജോലിയിൽ പതറിയിട്ടുള്ള ഒരിക്കലാണ് 2 സ്ത്രീകൾ എന്നെ വീട്ടിൽ വന്ന്, അതിനു മുമ്പ് അവരുടെ ഹസ്ബൻഡ്സ് അറ്റാക്ക് ചെയ്യുമായിരുന്നു. പോലീസ് റിപ്പോർട്ട് ചെയ്താലും ഒന്നും സംഭവിക്കില്ല. എന്നിട്ട് ഈ സ്ത്രീകൾ വടിയും കൊണ്ട് ശരീരത്തിലൊക്കെ കുത്തുകയും ഡർട്ടി വേർഡ്സ്, സ്ക്വീസിങ് മൈ ബ്രസ്റ്റ് ആൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് തിങ്സ്. 2.5-3 മണിക്കൂർ നാടകം.
അന്ന് എനിക്ക് തോന്നി അത് റോഡിലൊക്കെ നിന്ന് ആളുകൾ കാണുന്നുണ്ട്, പിന്നെ ഒഫീഷ്യൽസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിനക്ക് എത്ര പുരുഷന്മാർ വേണം, എന്തിനാ ഈ കറങ്ങുന്ന ഈ ബത്തിയുള്ളവർ നിൻ്റെ വീട്ടിൽ വരുന്നത്. അത് അവിടെ ഒരു സ്കൂളിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നപ്പോൾ അത് സെറ്റിൽ ചെയ്യാനായിട്ട് ഞാൻ ഇൻഡെഫിനിറ്റ് ഫാസ്റ്റ് അനൗൺസ് ചെയ്തപ്പം കളക്ടർ ഒരുപാട് പേരെ എൻ്റെ വിട്ടു. പക്ഷേ ഇങ്ങനെയാണ് ഒച്ചപ്പാട്, എന്തിനാ ഇവരെല്ലാം, നിനക്ക് എത്ര പുരുഷൻ വേണം, അങ്ങനെയൊക്കെ വന്നപ്പം പിന്നെ എൻ്റെ ബ്രസ്റ്റ് സ്ക്വീസ് ചെയ്തപ്പോൾ ഞാനിങ്ങനെ കൈ തട്ടിയപ്പോൾ അവൾ പറയാ, എന്നാണ് എനിക്ക് എത്ര പേര് ഇത് ചെയ്തിട്ടുള്ള, ഞങ്ങളും ഒന്ന് ചെയ്ത് നോക്കട്ടെ. അങ്ങനെയൊക്കെ കേൾക്കുമ്പം വിഷമം തോന്നി. പിന്നെ അവസാനം അവരുടെ മുന്നേ കരഞ്ഞൊന്നുമില്ല, അവർ പോയി കഴിഞ്ഞപ്പം കരഞ്ഞു, പട്ടി എൻ്റെ കണ്ണുനീര് നക്കി. പക്ഷേ ഞാൻ അന്നേരം ഇരുന്ന് 2 ലൈൻ എഴുതി. ഒരു മനുഷ്യൻ ബൈക്ക് അവിടെ വെച്ചിട്ടിരുന്നു, അതെടുത്തുകൊണ്ട് പോകുമ്പോൾ കുറച്ച് സപ്പോർട്ടീവായിട്ടുള്ള യൂത്തിന് കൊടുക്കാനാണ്. നിങ്ങൾക്ക് എന്നെ കാണണം, സംസാരിക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ വാ, ടുമോറോ വിൽ ബി ടു ലേറ്റ് എന്ന്. അപ്പോൾ അവർ രാത്രി ഒരു 9-10 മണി കഴിഞ്ഞപ്പോൾ 6-7 സ്കൂട്ടറിൽ ആളുകൾ വന്ന് എന്നെ കൊണ്ടുപോയി, പോലീസിൽ കൊണ്ടുപോയി റിപ്പോർട്ട് ചെയ്യിച്ചു. അന്ന് ഞാൻ ഓർത്തായിരുന്നു ഇനി എനിക്ക് ജീവിക്കേണ്ടതാണ്, എനിക്ക് ഡിഗ്നിറ്റിയിൽ, ഞാൻ ആളുകൾക്ക് ഡിഗ്നിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്തിട്ട്. അതില്ലെങ്കിൽ പിന്നെ വാട്ട് ഇസ് ലൈഫ്. ഒരു സ്ത്രീ എന്തിന് ഇതിലൊക്കെ ഇടപെടണം, അല്ലെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ഇടപെടാൻ, അങ്ങനെയുള്ള ഒരുപാടധികം ചോദ്യങ്ങളെ നേരിട്ടിട്ടുണ്ടാവുമല്ലോ. പലരും ചോദിക്കും. ഇപ്പോഴാണേലും ഇപ്പം ഈ കഴിഞ്ഞ തവണ ഞാൻ പൂനായ്ക്ക് പോകുമ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കോഴ്സിന് പോകുമ്പോൾ കുറേ ബംഗാളി, ഹൗറയിൽ നിന്ന് വരുന്ന ട്രെയിനായിരുന്നു, ബംഗാളി ഈ ജോലിക്ക് പോകുന്ന ആൾക്കാരായിരുന്നു അധികം. പക്ഷേ എൻ്റെ നേരെ മുന്നിലൊരു ഹൈ ലെവൽ മറാഠി ലേഡി റിസർവേഷനുള്ള വന്നിരുന്നേച്ച ഉടനെ അവൾക്ക് കടന്ന് വായിക്കുകയോ ഉറങ്ങുകയോ ചെയ്യണം. അപ്പോൾ അവിടെ ഇരുന്ന് 2 പേരോട് അവിടെ നിന്ന് മാറാൻ പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു ഉൻകാ റിസർവേഷൻ വൈഷ്, എന്നാലും അവളവിടെ കിടന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം റിസർവേഷൻ ഇല്ലാതെ 2 അവളുടെ കൂട്ടുകാർ വരും. അവരെ 2 പേരെ അവിടെ ഇരുത്തി ഇവരോട് അവിടെ നിന്ന് മാറ്റി. രാത്രി 9-10 അവർ ഇത് ഇട്ടേച്ച് കിടക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഓ ഭുസാവൽ ഇതുവരെ ആയില്ലല്ലോ, 10 മണിയാണ്. ഞാൻ പറഞ്ഞു റെയിൽവേ ലോ 9 മണിക്ക് ഇതിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. ഇന്ന് തന്നെ അവരുടെ റിസർവേഷനുണ്ട്, നിങ്ങൾക്ക് റിസർവേഷൻ പോലുമില്ല. അപ്പോൾ അവരെ ഇവിടുന്ന് മാറ്റി. അന്നേരം അതിലൊരു സ്ത്രീ നേരത്തെ കണ്ടായിരുന്നല്ലോ, ഞാൻ അവിടെ വന്നപ്പം മുതൽ അവിടെയുണ്ട്. അപ്പോൾ അവൾ കണ്ടായിരുന്നു, ഞാനിരുന്ന് എൻ്റെ ഓട്ടോബയോഗ്രഫി എഴുതുന്നുണ്ട്, ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കുന്നുണ്ട്, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാമെന്ന് ചിലരോട് ഇംഗ്ലീഷിൽ അപ്പോൾ അവർ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഒരു പ്രായമായുള്ള സ്ത്രീ കളിയാക്കി പുച്ഛിച്ച് ഇവരോട്, എൻ്റെ ഗ്രാനിക്ക് ദണ്ണം നിങ്ങളോട് ഇങ്ങനെയൊന്ന് പറഞ്ഞാൽ അവർക്ക് ആ വേദന എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എൻ്റെ ഗ്രാനിക്ക് വലിയ വേദനയാണ്, നീ കിടന്നുറങ്ങാൻ. ഞാൻ പറഞ്ഞു ഡോണ്ട് സേ സച്ച്. അപ്പോൾ ആ സ്ത്രീ അവരെ വഴക്ക് പറഞ്ഞു. കുടുംബം ഒരിക്കലും ഈ ഇത്തരമുള്ളൊരു മനോഭാവത്തെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ലേ? ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇതിൽ ഇടപെടണം, അത്തരമൊരു വേർവ്യത്യാസങ്ങളൊന്നും അക്കാര്യങ്ങളിൽ കുടുംബത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ലേ? കുടുംബം ഒരിക്കലും പോകണ്ട എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരാശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. പള്ളിയിൽ പോകുന്നില്ല, ഒന്നുമില്ലാത്തടത്തുള്ള ജീവിതം, പിന്നെ ഞാനിത് ഓതിക്കെട്ടി, ഇതെങ്ങനെ ഇത് ഓതിക്കെട്ടുമോ? മമ്മ ചോദിച്ചു, നീ ഓതിക്കെട്ടോ? ഞാൻ പറഞ്ഞു ഓതിക്കെട്ടി, പക്ഷേ മമ്മ വിചാരിക്കുന്ന പോലെയല്ല. എനിക്കൊരു പോയം ഞാൻ എഴുതുന്നു, കട്ട് നോട്ട് ദി അമ്പലിക്കൽ കോഡ്, പ്ലീസ് കട്ട് നോട്ട്. ദൈവവുമായിട്ടുള്ള ഒരു പുക്കിൾക്കൊടി ബന്ധം, അതൊരു കടലാസയിലെ കട്ട് നോട്ട് ദി അമ്പലിക്കൽ കോഡ് എന്ന് എഴുതി ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്കൊരു ന്യൂ സ്പിരിച്വാലിറ്റി ആണ് ട്രൈങ് ടു ഡെവലപ്പ്. അത് അവരെ മനസ്സിലാക്കി കൊടുക്കും, അല്ലാതെ ഒന്നിനും വിലക്ക് വന്നിട്ടില്ല. മകളെന്ന രീതിക്ക് അവർ ശരിക്കും അപ്പോൾ സംതൃപ്തരായിരുന്നു? മകളെ ഓർത്ത് അവർ ദുഃഖിച്ചിട്ടില്ലേ? കോൺവെൻറ്റിൽ നിന്ന് വിട്ട് കഴിഞ്ഞപ്പം ഞാൻ എഴുതിയതേ ഉള്ളൂ, ഞാൻ വീട്ടിൽ വന്നില്ല. അപ്പം വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പം പപ്പ എന്നോട് പറഞ്ഞു, എൻ്റെ എഴുത്ത് വന്നു, പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് എഴുത്ത് വന്നപ്പം ഞാൻ ചോറുണ്ടേച്ച് എഴുന്നേറ്റു, ഞാൻ പോയി കിടന്നു, കരഞ്ഞു. മമ്മ ചോറ് പോലും ഉണ്ടില്ലായിരുന്നു, മമ്മ ഉണ്ണാതെ തന്നെ പോയി കിടന്ന് കരഞ്ഞു. ഇങ്ങനെയൊക്കെ അപ്പോൾ എനിക്ക് മനസ്സിലായ വേദന. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ ഈ കോലത്തിലൊക്കെ വീട്ടിൽ വന്നപ്പം പപ്പ എന്നോട് ചോദിച്ചു, ആദ്യമായിട്ട് വേഷമെല്ലാം മാറി, കാത് മുഴുവൻ വളയം, ഇത്രയും വേണമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം വീടിൻ്റെ വാതിക്കൽ കുരിശുരൂപം കിടപ്പുണ്ട്. അപ്പം ഞാനിങ്ങനെ പപ്പായായിട്ട് വിഷ് ചെയ്യുന്ന നേരത്തെ അപ്പം ഞാൻ പറഞ്ഞു, പപ്പ ഇത്രയും വേണമായിരുന്നു എന്ന് ആ കുരിശുരൂപം ചൂണ്ടിക്കൊണ്ട് ഞാൻ ചോദിച്ചു. അപ്പം പപ്പ ഇങ്ങനെയൊന്ന് പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് കണ്ണുനീര് തോർക്കുന്നു. അപ്പം എനിക്കും സങ്കടം വന്നു. കാരണം ഞാൻ പപ്പായിൽ നിന്ന് ഒത്തിരി ഇത് സ്വീകരിച്ചാണ് ഞാൻ ഒത്തിരി വളർന്നത്.
ഇന്നിപ്പം പപ്പായെ പഠിപ്പിക്കുന്ന പോലെ ചോദ്യം ചെയ്യുന്ന പോലെ പപ്പായ്ക്ക് തോന്നുമോ എന്ന് തോന്നി സങ്കടം വന്നു. 2008 ശേഷമാണ് ദയാഭായിയെ സ്വന്തം നാട് ഇത്രയധികം അംഗീകരിക്കുന്നത്. വൈകിപ്പോയെന്ന് തോന്നുന്നുണ്ടോ ഈ ഒരു അംഗീകാരം ലഭിക്കാനായിട്ട്? എനിക്കിതുപോലും സ്വീകരിക്കാൻ പ്രയാസമായിരുന്നു. ഞാൻ കരഞ്ഞുകൊണ്ടാണ് അവാർഡ് മെസ്സേജ് എടുത്തതും അവാർഡ് കുറേ കാലത്തേക്കുള്ള അവാർഡിൻ്റെ മെസ്സേജ് വരുമ്പോഴെല്ലാം ഞാൻ കരച്ചില്ല. കാരണം ഞാൻ അങ്ങനെയല്ല എൻ്റെ ലൈഫ് പ്രതീക്ഷിച്ചത്. ആരും അറിയപ്പെടാതെ ഏറ്റവും താഴെയുള്ളവരുടെ കൂടെ ക്വയറ്റായിട്ട് ഇന്നിപ്പം ജീവിതമൊന്നും മാറ്റിമറിക്കുന്ന പോലെ വേറൊരു ഡയറക്ഷനിൽ പോകുന്ന പോലെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. മറ്റൊരു ദയാഭായിയെ പ്രതീക്ഷിക്കുന്നുണ്ടോ നമ്മുടെ ഈ സമൂഹത്തിൽ നിന്നും ഇനി? ആരും ദയാഭായി ആകണ്ട, പക്ഷെ എവിടെയാണേലും മനുഷ്യരെയും പ്രകൃതിയെയും റെസ്പെക്റ്റ് ചെയ്ത് അല്പം കൂടെ വിശാല മനസ്സോടുകൂടി നല്ല ഹൃദയത്തോടു കൂടി ജീവിക്കാം. കാലങ്ങളായിട്ട് തനിച്ചുള്ള വാസം, തനിച്ചുള്ള യാത്രകളെല്ലാം തനിയെ തന്നെ. ഒപ്പം ഒരു തുണ വേണമെന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലേ? ദയാഭായി ഒരിക്കലും ഒരു കുടുംബജീവിതം പ്രതീക്ഷിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല എന്ന് തന്നെയാണോ? നോ നെവർ. മേ ബി ഫുൾ പാഷൻ ഇതിൽ ഉള്ളത് കൊണ്ടായിരിക്കും. കാരണം അങ്ങനെ ഒന്നിലോട്ട് കല്യാണം കഴിക്കാൻ ആളുകൾ വന്നിട്ടുണ്ട്, പക്ഷേ ഇറ്റ് കുഡ് ക്ലിക്ക് വിത്ത് മീ. കാരണം എൻ്റെ വിചാരം എനിക്ക് ഫുള്ള് ഇൻട്രസ്റ്റ് ഇതിലാണ്. അപ്പോൾ ഒരു കാലം ഇവിടെ ഒരു കാലം കൂടെ മറ്റേത് പോയാൽ അതുതന്നെയല്ലേ. ഞാൻ എന്തെങ്കിലും ചെയ്താൽ ഫുള്ളായിട്ട് ചെയ്യും. ഒരമ്മയാകാൻ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കും. അത്തരം ഒരു ആഗ്രഹവും ദയാഭായിയുടെ മനസ്സിൽ ഇതുവരെ തോന്നിയിട്ടില്ലേ? അത് തോന്നിയിട്ടില്ല. ഐ ഡോണ്ട് നോ. ഞാൻ എപ്പോഴും തന്നെയാണല്ലോ എന്നുള്ളത് തോന്നുമ്പോൾ ഞാൻ ഓർക്കും അമ്മയുടെ വയറ്റിൽ ഞാൻ തന്നെയല്ലായിരുന്നു. അതൊരു റെയറല്ലേ. അവിടെയെങ്കിലും എനിക്ക് കൂട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഈ ഡിഫറെൻറ്റ് വേ ഓഫ് തിങ്കിങ് എപ്പോഴും ഞാൻ ഒരുതരം ലോൺലിനെസ് ഫേസ് ചെയ്തു. സ്കൂളിലായിരുന്നു നല്ല കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും ഐ കുഡൻറ്റ് ഓപ്പൺ അപ്പ് മൈ ഓൺ മൈൻഡ് ടു എനിബഡി. സാമൂഹ്യ പ്രവർത്തനം എന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥം അത് ദയാഭായിയുടെ വേർഷനിൽ എന്താണ്? സാമൂഹ്യ പ്രവർത്തകരുടെ പ്രൊഫഷണൽ വേർഡ് തന്നെ ഞാൻ ഒത്തിരി കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ചെയ്ത് കഴിഞ്ഞാണ് വാക്ക് തന്നെ അറിയുന്നത്. സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കണം ചെയ്യണമെന്നുണ്ട്. അതായത് ചാരിറ്റി, സേവനം, നഴ്സിങ് ഇതൊക്കെയായിരുന്നു. സോഷ്യൽ വർക്ക് പ്രൊഫഷൻ കുറേ കഴിഞ്ഞാൽ പിന്നെ പ്രൊഫഷണലി അതിൻ്റെ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാണ്. പക്ഷേ അതിനോടും എനിക്ക് കുറേ അകൽച്ചയുണ്ട്. പിന്നെ എന്തിനായിരുന്നു സോഷ്യൽ വർക്കിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യം? അതെന്തായിരുന്നു? എനിക്ക് കുറച്ചുകൂടെ സ്കില്ല് വേണമെന്നുണ്ട്. ഇത് പുള്ളി ഒരാളുടെ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഓരോ ഈ ക്യാമ്പൊക്കെ നടക്കുമ്പം റിലീഫ് ക്യാമ്പൊക്കെ അവിടെ ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് ആരും ഒരു ഇല്ലാത്ത ആളുകളുടെ കൂടെ മുഴുവനായിട്ട് ഇരിക്കുമ്പോൾ പലതും കൂടുതൽ അറിയണമെന്നുണ്ട്. മെത്തേഡ്സ്, സം ടെക്നീക്സ് ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് ലീവ് ചെയ്തത്. കോഴ്സ് ഒത്തിരി തറോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് 8 കൊല്ലം കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് ഇയർ ചെയ്യാൻ പോകുന്നു. 71 കാലഘട്ടം മുതൽ ബംഗ്ലാദേശ് യുദ്ധ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ദയാഭായി ഈ സമൂഹത്തിന് വേണ്ടി ഏറെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴെന്താണ് ദയാഭായിയുടെ പ്രവർത്തനങ്ങൾ? എവിടെയാണ് പ്രവർത്തനങ്ങളൊക്കെ? ഇപ്പം ഞാൻ പിന്നെ എൻ്റെ 75-ാം വയസ്സ് ഞാൻ എൻ്റെ വലിയ ആക്റ്റീവായിട്ടുള്ള ഇനി അധികം ചെയ്യുന്നില്ല. പിന്നെ ഇനി എനിക്ക് ചെയ്യേണ്ട ഒരു സാമൂഹികമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു നല്ലൊരു ഗ്രൂപ്പ്, ഈ ബാരിയേഴ്സൊന്നുമില്ലാതെ ഒരു കമ്മ്യൂണിറ്റി പോലെ ജീവിക്കാം. അത് ഞാൻ എപ്പോഴും പറയുമ്പം ചിലർ എന്നോട് പറഞ്ഞു അമേരിക്കയിലെ അമീഷ് ഗ്രൂപ്പ് അതുപോലെ ജീവിക്കുന്ന ഞാൻ പോയപ്പം പലരും പറഞ്ഞ് കാണുന്നു. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിന് വേണ്ടപ്പെട്ടവരില്ലാത്തതുകൊണ്ട് സിമ്പിളായിട്ട് ജീവിക്കുക. പിന്നെ കൃഷി ചെയ്യുന്നു, ജൈവിക കൃഷി ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇന്നും കേരളത്തിലേക്ക് വരാൻ മടിക്കുന്നത്? ജന്മനാടിന് വേണ്ടിയിട്ട് സേവനങ്ങൾ ചെയ്യണമെന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലേ? കേരളത്തിൽ ഞാൻ അങ്ങനെ നിന്ന് പ്രവർത്തിക്കാൻ പിന്നെ ഇച്ചിരിയൊക്കെ ഇടപെട്ടു, വയനാട്ടിലും ഒറ്റപ്പാടിയൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ ആദിവാസികളുടെ ഇടയ്ക്ക് ഗ്രാസ് റൂട്ട് വർക്ക് ആരും ചെയ്യുന്നില്ല. ഓരോ പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അതിന് ഞാനൊരു സജഷൻ കൊടുത്തു. അവിടുന്ന് കുറച്ച് പേരെ എൻ്റെ അടുത്ത് വിടുകയാണെങ്കിൽ ട്രെയിൻ ചെയ്തിട്ട് അവർ തിരിച്ച് അവിടെ പോയി വർക്ക് ചെയ്ത് ഞാൻ സൂപ്പർവൈസും ചെയ്യാം. വല്ലവരോടും പറഞ്ഞ് അവർക്ക് സ്പോൺസർഷിപ്പും കൊടുപ്പിക്കാം. ഇവരെ കംപ്ലീറ്റ് നമ്മൾ അപ്രൂട്ട് ചെയ്തു. അന്നേച്ചാൽ അത് കൊടുക്കുന്നുണ്ടോ ഇത് കൊടുക്കുന്നുണ്ടോ എന്നും പറഞ്ഞ് ഇത് ഉണ്ടാക്കുന്ന പദ്ധതി ഒരുപാടുണ്ടാക്കുന്നുണ്ട്. ഇത്രയൊന്നും ഞങ്ങളുടെ എവിടെയൊന്നുമില്ല. പക്ഷെ അത് അവിടെ എത്തിക്കാതെ അത് മുഴുവനും പോവാ. എവിടെയായി ഈ മന്ത്രിമാർക്കെല്ലാം ഇതുപോലെ പൈസ ഉണ്ടാകുന്നു, അക്യുമുലേഷൻ ഈ കേൾക്കുന്നത് എവിടുന്നാണ് വരുന്നത്? ഞാൻ സിംഗപ്പൂർ പോയിട്ട് അവിടെ കൺട്രി ബ്യൂട്ടിഫുൾ, എല്ലാം ഭംഗിയായിട്ട് പോകും. അവിടെ കറപ്ഷൻ എന്ന് പറയുന്നില്ല. ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഇല്ല, കേരളത്തിലോട്ട് വരണമെന്ന് ജീവിക്കണമെന്നും ആഗ്രഹമില്ല. അപ്പോൾ എന്താണ് തോന്നുക മനസ്സിൽ? കേരളത്തിലെത്തുമ്പോൾ എന്താണ് തോന്നുന്നത്? സങ്കടവും കരച്ചിലും ഒക്കെ. ഇതുപോലെ മോശമായാലും ഇത്രയും എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ കൂട്ടം ഉണ്ടായിട്ടും ഇത്രയും റിസോഴ്സ് ഉണ്ടായിട്ടും ഏറ്റവും മോശമായിട്ട് അതപ്പതിക്കുന്ന എനിക്ക് നമ്മുടെ മൊറാലിറ്റി,
പിന്നെ നേച്ചർ, ഈ എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻ, ഇതെല്ലാം. പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ മോഡേൺ ജനറേഷൻ്റെ പോക്കിനോട് എനിക്ക് സംതൃപ്തിയില്ല. കാരണം വാല്യൂ സെർച്ച് കഴിഞ്ഞ് ഒരു മൊബൈൽ, ഒരു ജീൻസ് അത്രയൊക്കെ മതി എന്നല്ലാതെ അതിനപ്പുറത്ത് വലിയ ഇതില്ല. അത് ഇച്ചിരി പ്രയാസമുള്ള സിറ്റുവേഷൻ. അത് ഈ ഗ്ലോബലൈസേഷൻ, ഈ വേവ് എല്ലായിടത്തും അഫക്റ്റ് ചെയ്യുന്നു. അളവറ്റ രീതിയിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ ദയാഭായി ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് സമൂഹം ദയാഭായിക്ക് വേണ്ടി തിരികെ ചെയ്തു എന്ന് ചോദിച്ചാൽ? ഇതൊക്കെ ഈ സമൂഹമല്ലേ എന്നെ ഇങ്ങനെ വളർത്തുന്നത്. പിന്നെ ഞാൻ ഒരു അവാർഡും ഒന്നും ഒരിക്കലും മനസ്സിൽ പോലും ഓർത്തിട്ടില്ല. ഇതൊക്കെ കിട്ടിയപ്പം ഒത്തിരി കരച്ചിലും ഒന്നും ഉൾക്കൊള്ളാൻ പ്രയാസമായിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു അവാർഡ് തീരുമ്പോഴത്തേനും വേറൊന്ന് വരും. ഇപ്പം പൈസ വരും. ഇപ്പം ഞാനൊരു പൊട്ടറ്റോ അല്ലെ ഒരു ശർക്കര കഷ്ണം തിന്ന് വെള്ളം കുടിച്ച് ജീവിച്ച കാലം, അതിലൊന്നും എനിക്ക് ദുഃഖമില്ല. പക്ഷേ ഇന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതെനിക്ക് പിന്നെ ഇച്ചിരി പേരുണ്ട്, എന്നാൽ അത് ഞാൻ അധികം എൻജോയ് ചെയ്യുന്നുമില്ല. ഒക്കെ എത്തിസൊക്കെ അത് അവരുടെ ഗ്രേറ്റ്നെസ് കൊണ്ട് ഉണ്ടാകുന്നു. പക്ഷേ അവരെന്നെ അതുപോലെ അക്സെപ്റ്റ് ഇതിൽ നിന്ന് ഒരു അല്പമെങ്കിലും അവരുടെ ജീവിതത്തിൽ കൂടെ എടുത്തിരുന്നെങ്കിൽ എന്ന് തോന്നിയാണ്. നാളെ ഒരിക്കൽ ഈ സമൂഹം ദയാഭായിക്ക് എന്താണ് തരിക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ ഒരു സ്മാരകമാവാം, അല്ലെങ്കിൽ ഒരു അവാർഡാകാം. അങ്ങനെ കൊട്ടിയാഘോഷിക്കപ്പെടേണ്ടതല്ല ജീവിതമെന്ന് കരുതുന്ന പല മഹാത്മാക്കളുടെയും മരണശേഷം അവർക്ക് വേണ്ടി അത്തരം കാര്യങ്ങളൊക്കെ രൂപപ്പെടാറാണ് പതിവ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എൻ്റെ കാലശേഷം എൻ്റെ പേരിൽ ഒരു അവാർഡോ ഒരു സ്ഥാപനമോ ഒന്നും ഉണ്ടാക്കിക്കരുത്. എനിക്ക് വലിയ ഈ മദർ തെരേസ ചെയ്ത പോലെയുള്ള ക്രൂരത എന്നോട് ചെയ്യരുതൊന്നുമുണ്ട്. ഇതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ എടുക്കാനുണ്ടെങ്കിൽ എടുത്തോ, ജീവിക്കുക. ദാറ്റ്സ് ഇനഫ്. ഇവിടെ ഒരു പ്രതിമ ഉണ്ടാക്കേണ്ട, ഒരു മെമ്മോറിയലും വേണ്ട, ഒന്നും വേണ്ട.